ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് പച്ചമുളക് എത്ര ദിവസം കഴിഞ്ഞാലും മാസങ്ങളോളം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് അത് എടുത്ത് വെക്കുക, ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ആ രണ്ട് ടിപ്പ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ടിപ്പ് പറഞ്ഞാൽ ഇതേപോലെ നല്ല കോട്ടൻ്റെ തുണി എടുക്കുക. ഇത് ഞാൻ കഴുകി വെള്ളം വാർന്ന് വെച്ച പച്ചമുളകാണ് കേട്ടോ. കഴുകിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അത് ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. തരി വെള്ളം പോലും ആ പച്ചമുളകുമ്മേ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതുപോലെ ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുക്കുക. ഞാനിപ്പോൾ വെള്ളം എല്ലാം അതിൻ്റെ മേലെ നല്ല തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ആ കളറ് മാറിയത് ഉണ്ടാവുമല്ലോ, അത് പഴുക്കാറായത്, അത് ഇങ്ങനെ നമുക്ക് മാറ്റിയിട്ട്, അതുപോലെ കേട് വന്നത്, ഇതുപോലെ കേട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം വെക്കുക കേട്ടോ. കളർ ചേഞ്ച് ഉള്ളതും അതുപോലെ കേട് വന്നതും അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി ഇനി നമുക്കിതിൻ്റെ ഞെട്ടി ഭാഗമില്ല, ആ ഞെട്ടി ഭാഗം ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഞെട്ടി നമുക്ക് ആവശ്യമില്ല. ഞെട്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേടുവരും. അപ്പോൾ ഞെട്ടിതെല്ലാം അതിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റാം കേട്ടോ. ഇതേപോലെ എല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എല്ലാ ഞെട്ടികളും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നല്ല അടപ്പ്, നല്ല ഉറപ്പുള്ള ബോക്സാണ്. ഏതുതരം ബോക്സ് വേണം നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതുപോലത്തെ ബോക്സ് എടുത്ത് അതിൻ്റെ അടിയിലേക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമാണ്, തരി വെള്ളം പോലും ഇല്ലാത്തത്. അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് വെച്ചാൽ തണ്ടൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടില്ല, ആ പച്ചമുളക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഇതിൽ ബോക്സിലാണെങ്കിലും മുളകുമാലാണെങ്കിലും നമ്മൾ വെക്കുന്ന ടിഷ്യൂ ആണെങ്കിലും നനവില്ലാത്തത് വേണം എടുക്കാൻ. എന്നാലും അതിൻ്റെ മേലെ 2 ടിഷ്യൂ പേപ്പറും കൂടി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ദിവസവും 2 ദിവസം കൂടുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ മാറ്റി കൊടുക്കുക കേട്ടോ. ഒരു ബോക്സിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി, തിക്കി തിരക്കി നിറച്ച് വെച്ച് കൊടുക്കരുത് കേട്ടോ പച്ചമുളക്. ഇനി അടുത്ത ടിപ്പ് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബോക്സ് എടുക്കുക. ഏതുപോലത്തെ ബോക്സ് വേണം എടുക്കുക, ഡ്രൈ ആയിട്ടാണ് എടുക്കുക. ഇനി നമുക്ക് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനും നല്ല ലൂസാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ബോക്സ് വലിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നിറച്ചിങ്ങനെ അമർത്തി വെക്കരുത് കേട്ടോ. കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ വെക്കുക. ഇനി ഇതുപോലെ നല്ല അമർത്തി അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ടൈറ്റുള്ള മൂടി വേണം നമുക്ക് എടുക്കാൻ, അങ്ങനത്തെ ബോക്സ് വേണം എടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് എത്ര ദിവസം മാസങ്ങൾ കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, വാടുകയോ ഒന്നും ചെയ്യില്ല. ആ ഫ്രഷ് നമ്മൾ വാങ്ങിയതുപോലെ തന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ട് എടുക്കും. ടിഷ്യൂ പേപ്പർ നമുക്ക് ഇടയ്ക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ടിപ്പുകളൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ എത്ര പച്ചമുളക് വേണമെങ്കിലും നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.